അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് വരാം. ഇവിടെ കൊടുത്തിരിക്കുന്നത് the length of two sides of a triangle are 8 centimeter and 10 centimeter and the angle between them is 40 degree. What is the area of the triangle? ഇവിടെയും ട്രയാങ്കിളിന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ട്രയാങ്കിളിന്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കാന്ന് നമുക്കറിയാം അല്ലെ, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. നമുക്കറിയാം ബേസ് ഇവിടെ 8 സെന്റിമീറ്റർ ആയിട്ട് ഞാൻ എടുത്തേക്കുന്നത്. ഹൈറ്റ് എന്ന് പറയുന്നത് എന്താണ്, ബേസിൽ നിന്നും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഈ ഒരു ഇത് എത്രയാണ്, 90 ഡിഗ്രി, ഇത് 40 ഡിഗ്രി. ബാക്കി ഇവിടെ എത്ര വരും, 90 പ്ലസ് 40 എന്ന് പറയുന്നത് 130 ആണ്. 180ൽ നിന്നും 130 കുറച്ച് ബാക്കി ഇവിടെ 50 ഡിഗ്രി വരും. അത്രയും നമുക്കറിയാം. ഇനി നമുക്ക് അറിയേണ്ടത് ഈ ഹൈറ്റ് മാത്രമാണ്. ഈ ഹൈറ്റും കൂടി കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഈ ട്രയാങ്കിളിന്റെ ഏരിയ എത്രയാണെന്ന് കിട്ടും. അപ്പൊ നമ്മള് ഈ ക്വസ്റ്റ്യൻസിന് മുമ്പ് കുറച്ച് കോൺസെപ്റ്റുകൾ ഉണ്ടായിരുന്നു. അവിടെ സൈൻ തീറ്റ ഞാൻ എടുക്കുന്നു. തീറ്റ എന്ന് പറയുന്നത് ഒരു ആംഗിൾ ആണ്. അപ്പൊ സൈൻ തീറ്റയുടെ ഫോർമുല എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പട്ടന്യൂസ് ആണിത് സൈൻ തീറ്റ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് ഈ ഹൈറ്റ് ആണല്ലോ കിട്ടേണ്ടത്. അപ്പൊ ഞാൻ ഏത് ആംഗിൾ എടുക്കുന്നു, ഈ ആംഗിൾ എടുക്കുന്നു. ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് സൈഡ് ആണല്ലോ ഈ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോ 40 ഡിഗ്രി എടുക്കും. അപ്പൊ ഞാൻ തീറ്റയ്ക്ക് പകരം ഞാൻ എന്ത് കൊടുക്കുന്നു, സൈൻ 40 ഡിഗ്രി എന്ന് കൊടുക്കണം കേട്ടോ. അപ്പൊ ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഹൈപ്പട്ടന്യൂസ്, അല്ല ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഈ ഹൈറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് സൈനിന്റെ ഫോർമുല എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പട്ടന്യൂസ് ആണ്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഈ ഒരു ഹൈറ്റ് ആണ്. ആ ഹൈറ്റ് എത്രയാണെന്ന് എനിക്ക് അറിയില്ല, ഞാൻ അതിനെ h എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇനി ബൈ ഹൈപ്പട്ടന്യൂസ്. ഹൈപ്പട്ടന്യൂസ് എത്രയാണെന്ന് അറിയില്ലോ, 10 സെന്റിമീറ്റർ ആണെന്ന് എനിക്കറിയാം അല്ലേ, ബൈ 10 സെന്റിമീറ്റർ, h ബൈ 10. ഇനി ഹൈറ്റ് കിട്ടാൻ എന്ത് ചെയ്താൽ മതി, സൈൻ 40 ഇൻറ്റു 10 അത് ചെയ്താൽ മതി. സൈൻ 40 ഇൻറ്റു 10 ചെയ്താൽ എന്ത് കിട്ടും, എനിക്ക് ഹൈറ്റ് കിട്ടും. സൈൻ 40 എത്രയാണ് വരിക, സൈൻ 40 എത്രയാണ് വരിക, ടെക്സ്റ്റില് ഈ ചാപ്റ്ററിന്റെ അവസാന ഭാഗത്ത് ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കാം, സൈൻ 40 വരുന്നത് എവിടെയാണ്, സൈൻ 40 ഇവിടെയായിട്ടാണ് വരുന്നത്. 0.6428 ആണ് സൈൻ 40യുടെ വരുന്നത്. 0.6428 സൈൻ 40 എന്താണ്, 0.6428 ഇൻറ്റു 10 ആണിത് ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ എത്ര വരുന്നു, 6.428 വരുന്നത് ഹൈറ്റ്. അപ്പൊ നമുക്ക് ഹൈറ്റ് കിട്ടിയല്ലോ, എന്താണ് 6.428. ഇനി നമുക്ക് ആ ഫോർമുല വെച്ച് ചെയ്താൽ പോരെ. എന്താണ് ഫോർമുല, ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. നമുക്ക് ഏരിയയിൽ കണ്ടുപിടിക്കേണ്ടത് ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്, 8 ഇൻറ്റു 6.428 ചെയ്താൽ നമുക്ക് കിട്ടും. ഇത് ക്യാൻസൽ ചെയ്ത പോലെ 2 1s 2 2 4s 8. ഈ 4 ഇൻറ്റു 6.428 ചെയ്താൽ നമുക്ക് അതിന്റെ ആൻസർ കിട്ടും. എനിക്ക് എന്തെഴുതാം, അപ്പോൾ 25.712 സെന്റിമീറ്റർ സ്ക്വയർ ആണെന്ന് ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത്. 6.428 ഇൻറ്റു 4 25.71 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, ഫസ്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞു. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ ട്രയാങ്കിൾ വിത്ത് ലെങ്ത്സ് ഓഫ് 2 sides the same but the angle between them 140 degree. ഇവിടെ എന്താ പറയുന്നത്, ഈ സൈഡ് എന്ന് പറയുന്നതും ഈ സൈഡ് എന്ന് പറയുന്നതും സെയിം ആണ്, പക്ഷെ അവ തമ്മിലുള്ള ആംഗിൾ 140 ഡിഗ്രി ആണ്. എന്താണ് കണ്ടുപിടിക്കേണ്ടത്, ഏരിയയാണ്. നമുക്ക് ഏരിയ കണ്ടുപിടിക്കണം അല്ലേ ഈ ഒരു ട്രയാങ്കിളിന്റെ. ഓക്കെ, ആ ക്വസ്റ്റ്യൻ വായിച്ചത് ചെറുതായി ഒന്നും. സെയിം സൈഡ്സ്, അതായത് നേരത്തെ ട്രയാങ്കിളിന്റെ സൈഡ്സ് എന്ത് തന്നെയായിരുന്നു, അതായത് 8ഉം 10 ആയിരുന്നു, അത് തന്നെയാണ് ഈ ട്രയാങ്കിളിനും ഉള്ളത് എന്നാണ് അവർ ഉദ്ദേശിച്ചത്. ഞാൻ
തെറ്റി പറയുന്നത്. ഓക്കെ, ഇത് 8 സെന്റിമീറ്റർ, ഇത് 10 സെന്റിമീറ്റർ. പക്ഷെ ഇവർ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് നേരത്തെ എത്രയായിരുന്നു? 40 ഡിഗ്രി ആയിരുന്നു. പക്ഷെ ഇപ്പോഴെത്രയായി? 140 ഡിഗ്രി ആയി. അങ്ങനെയെങ്കിൽ ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്താവുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അത് കണ്ടുപിടിക്കാൻ പറ്റുമോ? നേരത്തെ നമ്മൾ എങ്ങനെയായിരുന്നു ട്രയാങ്കിളിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കാം? നമുക്ക് ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ അറിയാം. എന്താണ്? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ് ആണ് അല്ലേ? നമുക്ക് ബേസ് അറിയാം, എന്താണ്? 8 സെന്റിമീറ്റർ ആണ് നമുക്ക് അറിയാം. ഓക്കെ, ബേസ് എത്രയാണ്? 8 സെന്റിമീറ്റർ ആണെന്ന് നമുക്കറിയാം. ഇനി ഹൈറ്റും കൂടി കണ്ടുപിടിച്ചാൽ പറയാം. ഹൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതെ, ബേസിൽ നിന്ന് ഈ ടോപ്പ് വരെയുള്ള ദൂരം അല്ലെ, അതാണ് എന്ത്? ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? ഇവിടെ നേരെ ഒരു പെർപെൻഡിക്കുലർ ആയിട്ട് ഇങ്ങോട്ട് നീട്ടി വരയ്ക്കും. ഇങ്ങനെ ഗ്യാപ്പ് വിട്ടിട്ട് വരയ്ക്കുന്നു, നേരെ വരയ്ക്കുന്നു. ഇനി കൃത്യം ഇവിടെ നിന്ന് നേരെ ഈ കോർണറിലേക്കുള്ള നേരെ ഒരു ലൈൻ വരയ്ക്കണം. ഓക്കെ, ഇപ്പൊ എന്താ എനിക്ക് ഇവിടെ എന്ത് കിട്ടി? ഒരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടിയില്ലേ അല്ലെ? മട്ട ത്രികോണം എനിക്ക് കിട്ടി. അപ്പൊ ഇത് 90 ആണെങ്കിൽ നമുക്കറിയാലോ, ഈ ഒരു ലൈനിന്റെ ഫുൾ ആംഗിൾ എത്രയാണ്? 180. അപ്പൊ ആ 180 നിന്നും നമ്മൾ എന്ത് ചെയ്തു? ഇത്രയും ഭാഗം 140 ആണല്ലേ? അപ്പൊ ബാക്കി എത്രയായിരിക്കും വരിക? 40 ഡിഗ്രി. 40 ഡിഗ്രിയാണ് ഈ ഒരു ആംഗിൾ ഉണ്ടാവുക. ഓക്കെ അല്ലേ? അപ്പൊ ഇതൊരു ട്രയാങ്കിൾ ആണ്. ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 40 ഡിഗ്രിയാണ്. നമുക്ക് ഹൈറ്റ് കണ്ടുപിടിച്ചാൽ പറയാം. ഹൈറ്റ് അല്ല നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ ഇതാണല്ലോ ഹൈറ്റ്, ഈ ഒരു സൈഡ്. അപ്പോൾ സൈൻ്റെ ഫോർമുല വെച്ച് നമുക്ക് ഹൈറ്റ് കിട്ടുമോ? ഇല്ലേ? നമുക്ക് സൈൻ, നമ്മളിപ്പോ 40 ഡിഗ്രി എടുത്തു നിൽക്കും. 40 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഇതല്ലേ നമ്മുടെ ഹൈറ്റ്. അപ്പോൾ ഈ ഹൈറ്റ് ഇൻറ്റു ബേസ് എത്രയാണ്? 8. എങ്ങനെ എന്ത് ചെയ്യാം? സൈൻ 40 എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് അല്ലെ? ഹൈപ്പോട്ടന്യൂസ് നമുക്കറിയാം 10 സെന്റിമീറ്റർ ആണ് അല്ലെ? സൈൻ 40 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് എത്രയാണെന്ന് അറിയാമോ? ഇല്ലേ? ഓപ്പോസിറ്റ് സൈഡിന് ഞാൻ എന്ത് ചെയ്യുന്നു? എച്ച് എന്ന് കൊടുക്കുന്നു. ഹൈപ്പോട്ടന്യൂസ് എത്രയാണെന്ന് അറിയാലോ? 10. അപ്പൊ നേരത്തെ സൈൻ 40 എത്രയായിരുന്നു? സൈൻ 40 യെസ് 6.428. ഇവിടെയും സൈൻ 40 എന്ന് പറയുന്നതാണ് 0.6428 അല്ലെ? 0.6428. ഇവിടെ സൈൻ 40ന്റെ വാല്യൂ ഞാൻ എഴുതി. ഈ 10 ഇങ്ങോട്ട് പോകുമല്ലോ, എന്തോ ഇൻറ്റു 10 ഈക്വൽ ടു ഹൈറ്റ്. നേരത്തെ കിട്ടിയത് പോലെ തന്നെ കിട്ടൂലെ? 6.428. 6.428 ആണെന്ത്? ഹൈറ്റ് എന്ന് പറയുന്നത്. ഇനി ട്രയാങ്കിളിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് ഹാഫ് ഇൻറ്റു ബേസ് എത്രയാണ്? 8 സെന്റിമീറ്റർ ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? 6.428. ഇത് തന്നെയല്ലേ നമുക്ക് നേരത്തെ കിട്ടിയത്? ഇവിടെ 4 വെച്ച് ക്യാൻസൽ ആവും. 4 ഇൻറ്റു 6.428 എത്രയായിരുന്നു? 25.712 സെന്റിമീറ്റർ സ്ക്വയർ. 25.712 സെന്റിമീറ്റർ സ്ക്വയർ ആണെന്ത്? ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത്. അപ്പോൾ ട്രയാങ്കിളിന്റെ ആംഗിളിൽ മാറ്റം വന്നാലും സൈഡുകൾക്കൊന്നും മാറ്റം വന്നില്ലെങ്കിലും ഈ ഒരു ആംഗിൾ മാറ്റം വന്നാലും ഏരിയക്ക് യാതൊരു മാറ്റവും ഇല്ല എന്ന് നമ്മളിവിടെ കണ്ടു. ഓക്കെ അല്ലേ? ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യന് നമ്മുടെ കഴിഞ്ഞു. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. The length of sides of a rhombus is 5 cm and one of its angle is 100 degree. Calculates its area എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം തന്നിരിക്കുന്നത് the length of sides of a rhombus is 5 cm
ആൻഡ് വൺ ഓഫ് ഇറ്റ്സ് ആംഗിൾ ഈസ് 100 ഡിഗ്രി കാൽക്കുലേറ്റ്സ് ഇറ്റ്സ് ഏരിയ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഒരു റോംബസിന്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഒരു റോംബസിന്റെ ഏരിയ PQ/2 എന്ന ഫോർമുല ഉപയോഗിച്ചിട്ടാണ് എന്ത് കണ്ടുപിടിക്കുക? ഒരു റോംബസിന്റെ ഏരിയ കണ്ടുപിടിക്കുക. PQ എന്ന് പറഞ്ഞാൽ എന്താണ്? P എന്ന് പറയുന്നത് റോംബസിന്റെ ഒരു ഡയഗണലാണ്. Q എന്ന് പറയുന്നത് അടുത്ത ഡയഗണൽ. ഓക്കെ, അപ്പോ P എന്ന് പറയുന്ന ഒരു ഡയഗണൽ, അതേപോലെ തന്നെ Q എന്ന് പറയുന്ന വേറെ ഒരു ഡയഗണൽ. ഓക്കെ, ഇങ്ങനത്തെ രണ്ട് ഡയഗണലുണ്ട്. P എന്ന് പറയുന്ന ഡയഗണലും Q എന്ന് പറയുന്ന ഡയഗണലും. ഓക്കെ ആണല്ലോ. ഇനി റോംബസിന്റെ പ്രത്യേകത എന്താണ്? ഇവർ തമ്മിലുള്ള ആംഗിൾ, റോംബസിലത്തെ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ഡിഗ്രി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ അസ്യൂം ചെയ്യുന്നു ഈ ആംഗിൾ ആണ് 100 ഡിഗ്രി. സപ്പോസ് ഈ ആംഗിൾ ആണ് 100 ഡിഗ്രി എങ്കിൽ റോംബസിന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ എന്താണോ ആംഗിൾ ഉള്ളത് അത് തന്നെയായിരിക്കും ഓപ്പോസിറ്റ് സൈഡിലുള്ള ആംഗിൾ. അതായത് ഇതും എന്തായിരിക്കും 100 ഡിഗ്രി ആണെന്നാണ് അർത്ഥം. ഓക്കെ, ഇനി ഈ ഒരു ഡയഗണൽ ഉണ്ടല്ലോ, റോംബസിന്റെ ഒരു ഡയഗണൽ, ഈ ഒരു ഡയഗണൽ ഈ ഒരു ആംഗിളിനെ ബൈസെക്ട് ചെയ്യും. അതായത് 100 ഡിഗ്രിനെ ബൈസെക്ട് ചെയ്യും എന്ന് വെച്ചാൽ ഇവിടുത്തെ ആംഗിൾ എത്രയായിരിക്കും? ഈ ഒരു പോർഷനത്തെ ആംഗിൾ എത്രയായിരിക്കും? 50 ഡിഗ്രി ആയിരിക്കും. ഈ ഒരു പോർഷനും എത്രയാണ്? 50 ഡിഗ്രി വരും. ഓക്കെ, ഈ ഒരു പോർഷൻ മനസ്സിലായോ? അതേപോലെ തന്നെ ഇവിടെയും 50 ഡിഗ്രി, ഇവിടെയും 50 ഡിഗ്രി. ഓക്കെ ആണല്ലോ. ഇനി ഇവിടെ എത്രയായിരിക്കും വരിക? ഈ ആംഗിളുകൾ ഇത് ചതുർഭുജമാണല്ലോ, ഒരു റോംബസ് ആണ്. അതായത് 4 സൈഡുകളുണ്ട്. ഒരു റോംബസ് ആയതുകൊണ്ട് തന്നെ എന്താണ് പ്രത്യേകത? പാരലോഗ്രാം പോലെ ഇരിക്കും, പക്ഷെ എല്ലാ സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇവിടെ 5 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. 5 സെന്റിമീറ്റർ ആണെങ്കിൽ ബാക്കിയുള്ള 3 സൈഡും എന്ത് തന്നെയാണ്? 5 സെന്റിമീറ്റർ ആണ്. പിന്നെ ഞാൻ എന്താ പറഞ്ഞു തന്നത്? ഇത് 100 ഡിഗ്രി, ഇത് 100 ഡിഗ്രി. ഇപ്പൊ മൊത്തം എത്രയായി? 200 ഡിഗ്രി. മൊത്തം എത്ര ഡിഗ്രി ആകും? 360 ഡിഗ്രി ആകും അല്ലെ? ഇന്നർ ആംഗിൾസിന്റെ സമം, 4 സൈഡുള്ള ഏതൊരു പോളികളുടെയും ഇന്നർ ആംഗിളിന്റെ സമം എന്ന് പറയുന്നത് 360 ആണ്. ആ 360 200 ഡിഗ്രി കുറച്ച് കഴിഞ്ഞാൽ ബാക്കി എത്രയുണ്ട്? 160 ഡിഗ്രിയാണ് ഉള്ളത്. അപ്പൊ 160 ഡിഗ്രി രണ്ടിനും ഈക്വലായി കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എത്ര വരും? 80 ഡിഗ്രി വരും. ഇവിടെയോ 80 ഡിഗ്രി എന്ന് വരും. അപ്പൊ ഈ ഒരു പോർഷൻ എത്ര വരും? 40 ഡിഗ്രി. 80ന്റെ പകുതിയിൽ വരും, കാരണം ഈ ഡയഗണലിന്റെ ബൈസെക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ രണ്ട് ഡയഗണൽസിന്റെ നീളം പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ? അപ്പൊ പി എന്ന് പറയുന്ന ഡയഗണല് ഈ മഞ്ഞയാണ് ഞാൻ എടുക്കുന്നത്. പി എന്ന് പറയുന്നത് എന്താണ്? ഞാൻ ഈ മഞ്ഞ ഡയഗണലാണ് എടുക്കുന്നത്. ഓക്കെ അല്ലേ? പി എന്ന് പറയുന്നത് ഞാൻ ഈ മഞ്ഞ ഡയഗണലും ക്യൂ എന്ന് പറയുന്നത് ഞാൻ വെള്ള ഡയഗണലും എടുക്കുന്നു. ഓക്കെ, അപ്പൊ പി എന്ന് പറയുന്ന ഈ ഡയഗണൽ പിന്നെ റോംബസിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു റോംബസ് ഞാൻ വരച്ചു കഴിഞ്ഞാൽ ആ റോംബസിന്റെ ഡയഗണൽസ് ഞാൻ വരയ്ക്കുകയാണെങ്കിൽ അവ തമ്മിലുണ്ടാക്കുന്ന ആംഗിൾസ്, ഈ ഡയഗണൽസ് കട്ട് ചെയ്യണ്ടല്ലോ, ഈ ആംഗിൾസ് എന്ന് പറയുന്നത് എന്താണ്? 90 ഡിഗ്രിയിലാണ് ഉണ്ടാവുക. ഓക്കെ അല്ലേ? ഇതാണ് റോംബസിന്റെ ഡയഗണൽസ് എങ്കിൽ എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും ഇവർ തമ്മിലുള്ള ഇന്റർസെക്ട് ചെയ്യണ ഭാഗത്തെ ആംഗിൾ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എന്താണ്? ഈ ഒരു റോംബസിന്റെ ഈ ഒരു ഭാഗത്തിലായിരിക്കും 90 ഡിഗ്രി എടുത്തോടെ. ഇത് 90 ഡിഗ്രി, ഇത് 40 ഡിഗ്രി, ഇത് എത്രയാണ്? 100ന്റെ പകുതി 50 ഡിഗ്രി. 90, 50, 40, മൊത്തം 180 കിട്ടിയില്ലേ? ഇതൊരു ട്രയാങ്കിൾ അല്ലേ? ഞാൻ പേര് കൊടുക്കാണ് ABC. ABC എന്ന് പറയുന്നത് ഒരു റൈറ്റ് ട്രയാങ്കിൾ അല്ലേ? ഇനി നമുക്ക് എന്ത് കണ്ടുപിടിച്ചാൽ മതി? ഈ വെള്ള ഡയഗണൽ എത്രയാണ്? പിന്നെന്ത് കണ്ടുപിടിച്ചാൽ മതി? ഈ ഒരു മഞ്ഞ ഡയഗണൽ എത്രയാണ് കണ്ടുപിടിച്ചാൽ മതി. അപ്പൊ വെള്ള ഡയഗണലാണ് ആദ്യം ഞാൻ കണ്ടുപിടിക്കാൻ പോകുന്നത്. വെള്ള ഡയഗണല്
ഇത്ര കണ്ടുപിടിച്ചതിന് ശേഷം ഇതിന്റെ ഇരട്ടി എടുത്തു കഴിഞ്ഞാൽ ഈ വെള്ള ഡയഗണലിന്റെ മുഴുവൻ അളവ് കിട്ടൂല. ഈ ഒരു വെള്ള ഡയഗണലിന്റെ ഇതെന്ന് പറയുന്നത് എന്താണ്? ഈ മൊത്തം വെള്ള ഡയഗണലിന്റെ പകുതിയാണ് ബി സി എന്ന് പറയുന്നത്, അല്ലെ? ബി ഡി എന്ന് പറയുന്ന ഡയഗണലിന്റെ പകുതിയാണ് എന്ത്? ബി സി എന്ന് പറയുന്നത്. അപ്പൊ ബി സിയുടെ ഇരട്ടിയാണല്ലോ ബി ഡി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ബി സി നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം. ബി സി എങ്ങനെ കണ്ടുപിടിക്കാം? സൈനിന്റെ ഫോർമുല വെച്ച് കണ്ടുപിടിക്കാൻ പറ്റുമോ? നമുക്കൊരു ആംഗിൾ അറിയാലോ, ഇവിടെ 40 എന്ന് അറിയാലോ. അപ്പൊ സൈൻ 40 ഈക്വൽ ടു, സൈനിന്റെ ഫോർമുല എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. നമുക്ക് ഹൈപ്പോട്ടന്യൂസ് അറിയാം, എത്രയാണ്? 5 ആണെന്നറിയാം. ഓപ്പോസിറ്റ് സൈഡ് എത്രയാണെന്ന് അറിയില്ല. ഓപ്പോസിറ്റ് സൈഡിനെ ഞാൻ എന്ത് വിളിക്കുന്നു? ഹൈറ്റ് എന്ന് വിളിക്കുന്നു. ബൈ ഹൈപ്പോട്ടന്യൂസ് എത്രയാണ്? 5 സെന്റിമീറ്റർ. സൈൻ 40 എത്രയാണ്? സൈൻ 40 ടേബിളിൽ നോക്കിയാലോ? യെസ്, ഇവിടെ ഉണ്ടല്ലേ. സൈൻ 40 എന്ന് പറയുന്നത് 0.6428. സൈൻ 40 എന്ന് പറയുന്നത് 0.6428 ഈക്വൽ ടു ഹൈറ്റ് ഇൻറ്റു 5. ഇനി എന്ത് ചെയ്താൽ മതി? ഈ 5നെ ഇങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. അപ്പൊ എന്തായി മാറും? 5നെ അങ്ങോട്ട് കൊണ്ടുപോയാൽ 0.6428 ഇൻറ്റു 5 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹൈറ്റ് ആയിരിക്കും. അപ്പൊ ഹൈറ്റ് നമുക്ക് കിട്ടിയത് 5 ഇൻറ്റു 0.6428. അപ്പോൾ അത് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ അത് കാൽക്കുലേറ്റ് ചെയ്യൂ. 5 ഇൻറ്റു 0.6428 എന്ന് പറയുന്നത് എന്താണ്? 3.214 ആണ് കിട്ടുക. ഹൈറ്റ് ഈക്വൽ ടു 3.214 എന്ന് വെച്ചാൽ 3.214ന്റെ ഇരട്ടി ആയിരിക്കും വരിക ബി ഡി എന്ന് പറയുന്ന ആംഗിൾ വരും. അപ്പൊ ബി ഡി എന്ന് പറയുന്നത് ഒരു ഡയഗണലാണ്. അപ്പൊ 3.214 ഇൻറ്റു 2 ആണെന്ന് ബി ഡി വരിക. അപ്പൊ അതിൻ്റെ 2 ചെയ്താൽ എനിക്ക് കിട്ടും 6.428 എന്ന് എനിക്ക് കിട്ടും. ഓക്കെ അല്ലേ? 6.428 എന്ന് എനിക്ക് ഈ ഒരു ബി ഡി എന്ന് പറയുന്ന ഡയഗണൽ എത്രയാന്ന് കിട്ടും. ഇനി എ ബി സി ഡി ഈ ഭാഗം ഇ എന്ന് ഞാൻ കൊടുക്കുന്നു. ഇനി എ ഇ എന്ന് പറയുന്ന ഡയഗണൽ കണ്ടുപിടിക്കണ്ടേ? എ ഇ എന്ന് പറയുന്ന ഡയഗണൽ അതെങ്ങനെ കണ്ടുപിടിക്കാം? ഞാൻ ഇ സി ഡി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ എടുക്കാം. ഇ സി ഡി. അപ്പൊ അതിൽ എനിക്ക് ഏതറിയാം? ഇത് 90 ഡിഗ്രിയാണ്. ഇ സി ഡി എന്ന് പറയുന്ന ട്രയാങ്കിൾ എടുക്കുന്നു. അതില് ഈ ട്രയാങ്കിൾ ഇ സി ഡി എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ ഞാൻ എടുക്കുന്നു. അതിലത്തെ ഈ ആംഗിൾ എത്രയാണെന്ന് അറിയാം? 90 ഡിഗ്രി ആണെന്ന് അറിയാം. ഈ ആംഗിൾ എത്രയാണ്? മൊത്തം 80ആണ്. അതിന്റെ പകുതിയല്ലേ ഈ ഭാഗം. ഇത് എത്രയാണ്? 40. ഇവിടെ എത്രയാണ്? 100 ആണ് മൊത്തം ഉണ്ടായിരുന്നത്. ഇതിന്റെ പകുതിയാണ് ഈ ഒരു ആംഗിൾ വരിക, 50. ഇനി സൈനിന്റെ ഫോർമുല ഉപയോഗിച്ചിട്ട് എനിക്ക് ഈ ആംഗിൾ കിട്ടൂല്ലേ? സൈൻ 50 ഈക്വൽ ടു എങ്ങനെ എഴുതാം? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് എഴുതാം. സൈൻ 50 ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓപ്പോസിറ്റ് സൈഡ് എത്രയാണ്? ആ ഭാഗമാണ് എനിക്കറിയാത്തത്. ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് എന്താണ്? ഇ സി അല്ലേ? സിഇ എന്ന് എഴുതാം. ഓപ്പോസിറ്റ് സൈഡ് സിഇ ബൈ ഹൈപ്പോട്ടന്യൂസ് എത്രയാണ്? 5 സെന്റിമീറ്റർ അല്ലെ? ഇതാണ് ഹൈപ്പോട്ടന്യൂസ്. എന്ത് വരും? 5 സെന്റിമീറ്റർ എന്ന് വരും. ഇനി സിഇ എന്ന് പറയുന്നത് എന്തായിരിക്കും? അപ്പൊ സൈൻ 50 ഇൻറ്റു 5. സൈൻ 50 എത്രയാണ്? ടേബിൾ സൈൻ 50 ഇവിടെ കൊടുത്തിട്ടുണ്ടോ? ഉണ്ട്. എത്രയാണ്? 0.7660. എന്തെല്ലാം? 0.7660 ഇൻറ്റു 5 ആണെന്ന് സിഇ എന്ന് പറയുന്ന ഡയഗണൽ. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര കിട്ടും?
0.7660 into 5 എന്ന് പറയുന്നത് 3.83 എന്ന് വരും. ഓക്കെ അല്ലേ? 3.83 സെന്റിമീറ്റർ ആണ് എന്ത് വരും CE എന്ന് പറയുന്ന ഡയഗണൽ വരും. അപ്പൊ CE എന്ന് പറയുന്ന ഡയഗണൽ അല്ല നമുക്ക് വേണ്ടത്, AE എന്ന് പറയുന്ന മുഴുവനായിട്ടുള്ള ഡയഗണൽ. അപ്പോ AE എന്ന് പറയുന്ന ഡയഗണൽ എത്ര വരും? AE എന്ന് പറയുന്ന ഡയഗണൽ 3.83 into 2 അല്ലേ വരിക എന്ന് പറഞ്ഞാൽ 7.66 എന്ന് വരും. 7.66 സെന്റിമീറ്റർ. BD എത്രയാന്ന് കിട്ടി, AE എത്രയാന്ന് കിട്ടി അല്ലേ? നമുക്ക് കിട്ടേണ്ടത് കിട്ടിയല്ലോ, AE കിട്ടി, BD കിട്ടി. ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? PQ/2 അല്ലേ? PQ എന്ന് പറയുന്നത് BDനെ ഞാൻ P എന്നും AEനെ ഞാൻ Q എന്നും വിളിക്കുകയാണെങ്കിൽ 6.428 into 7.66 by 2 എന്ന് എനിക്ക് എഴുതാം. 6.428 into 6.428 ഇവ തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് എന്തായിരിക്കും? 24.61924 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് എനിക്കതിൻ്റെ ഏരിയ കിട്ടും. ആ പാരലഗ്രാമിന്റെ ഏരിയ എന്ന് പറയുന്നത് ഇത്രയായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. The lengths of the diagonal of a parallelogram are 8 cm and 12 cm and the angle between them 50 degree. Calculate its area എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒരു പാരലോഗ്രാം ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആ പാരലോഗ്രാമിന്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ബേസ് ഇൻറ്റു ഹൈറ്റ്. ബേസ് ഇൻറ്റു ഹൈറ്റ് ആണെന്ത് പാരലോഗ്രാമിന്റെ ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നമുക്കിവിടെ എന്ത് തന്നിട്ടുണ്ട്? ഒരു ഡയഗണൽ 8 സെന്റിമീറ്റർ, മറ്റേ ഡയഗണൽ എത്രയാണ്? 12 സെന്റിമീറ്ററും തന്നിട്ടുണ്ട്. നമുക്ക് ബേസ് അറിയില്ല, ഹൈറ്റും അറിയില്ല. ബേസും ഹൈറ്റും നമുക്ക് കണ്ടുപിടിക്കണം. അതിന് എന്ത് ചെയ്യാൻ പറ്റും? 8 സെന്റിമീറ്റർ ആൻഡ് 12 സെന്റിമീറ്റർ ആൻഡ് ദ ആംഗിൾ ബിറ്റ്വീൻ ദം ഈസ് 50 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. 8 സെന്റിമീറ്റർ ആണ് ഒരു ഡയഗണൽ, മറ്റേ ഡയഗണൽ എന്ന് പറയുന്നത് 12 സെന്റിമീറ്റർ ആണ്. പിന്നെ ആംഗിൾ എന്ന് പറയുന്നത് 50 ഡിഗ്രിയാണ്. അപ്പോൾ തന്നിരിക്കുന്ന ആംഗിൾസ്, ഈ ഡയഗണൽസ് തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് 50 ഡിഗ്രിയാണ്. സാധാരണ ഏരിയ ബേസ് ഇൻറ്റു ഹൈറ്റ് വെച്ചാണ് കണ്ടുപിടിക്കുന്നത് പാരലോഗ്രാമിൽ. പക്ഷേ നമുക്ക് വേറൊരു ഫോർമുലയുണ്ട്. പാരലോഗ്രാമിന്റെ രണ്ട് ഡയഗണലിന്റെ അളവും അറിയാം, അവ തമ്മിലുള്ള ആംഗിളും അറിയണമെങ്കിൽ നമുക്ക് ഒരു ഫോർമുലയുണ്ട്. ആ ഫോർമുല ഇതാണ്: ഹാഫ് ഇൻറ്റു D1 ഇൻറ്റു D2 ഇൻറ്റു സൈൻ. ഇതാണ് ഫോർമുല, അല്ലെങ്കിൽ സൈൻ തീറ്റ എന്ന് തന്നെ ഞാൻ എടുക്കാം. ഓക്കെ, സൈൻ തീറ്റ തന്നെ എടുക്കാം. ഇവ തമ്മിലുള്ള ആംഗിൾ അതാണ് ഞാൻ തീറ്റയായിട്ട് എടുത്തേക്കുന്നത്. ഇപ്പൊ D1 എന്ന് പറയുന്നത് ഫസ്റ്റ് ഡയഗണലും D2 എന്ന് പറയുന്നത് സെക്കൻഡ് ഡയഗണലും. ഈ ഒരു ഫോർമുല ഉപയോഗിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതല്ലെങ്കിൽ നമ്മൾ ബേസിന്റെ ഹൈറ്റ് ഒക്കെ വെച്ച് ചെയ്യാവുന്നതാണെങ്കിൽ അത് കുറെ നേരം എടുക്കും. ഈ ഒരു ഫോർമുല പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതാണ്. എന്ത് ചെയ്യാം? ഹാഫ് ഇൻറ്റു D1 എന്ന് പറയുന്നത് എത്രയാണ്? ഞാൻ 12 ആയിട്ട് എടുക്കുന്നു. അത് 8 ആയിട്ടും എടുക്കാം. ഇപ്പൊ D2 എന്ന് പറയുന്നത് അപ്പോൾ അവിടെ 12 ആയിട്ട് മാറും. ഇവിടെ ഞാൻ ഫസ്റ്റ് ഡയഗണൽ 12 ആയിട്ട് എടുത്തുകൊണ്ട് സെക്കൻഡ് ഡയഗണൽ എത്രയായിരിക്കും? 8 എന്ന് വരും. സൈൻ തീറ്റ എന്ന് പറയുന്നത് എത്രയാണ്? സൈൻ 50. ഓക്കെ, ഇവിടെ 2 6 12 ആയി. ഇനി 6 ഇൻറ്റു 8 ഇൻറ്റു സൈൻ 50 എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. സൈൻ 50 നേരത്തെ നോക്കിയതാണ്. സൈൻ 50 എന്ന് പറയുന്നത് 0.7660 എന്നാണ് വരുന്നത്. 0.7660.
0.7. ഓക്കെ, ഇവ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ എങ്ങനെ കിട്ടും? 6 into 8 into 0.7660. 6 into 8 എന്ന് പറയുന്നത് 48 ആണ്. അത് ഇൻറ്റു 0.7660 എന്ന് പറഞ്ഞാൽ 36.768 സെന്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. ഓക്കെ ആണല്ലോ. ഓക്കെ, അടുത്ത ചോദ്യം തന്നിരിക്കുന്നത് ഒരു ട്രയാങ്കിൾ ഈസ് ടു ബി ഡ്രോൺ വിത്ത് വൺ സൈഡ് 8 സെന്റിമീറ്റർ ലോങ് ആൻഡ് വൺ ഓഫ് ദ ട്രയാങ്കിൾ angles on its 40 degree. What is the minimum length of the side opposite this angle? അപ്പോൾ ഞാനൊരു ട്രയാങ്കിൾ വരയ്ക്കണം, ഞാൻ ഒരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കണം, കാരണം ലെങ്ത് ഓഫ് സൈഡ് ഓപ്പോസിറ്റ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ അത് എളുപ്പമായിട്ട്. ഇത് എത്രയോ ലെങ്ത് അതെനിക്ക് അറിയില്ല. ഞാൻ ഹൈപ്പട്ടന്യൂസ് ആണ് എന്തായിട്ട് 8 സെന്റിമീറ്റർ ആയിട്ട് എടുക്കുന്നത്. അപ്പൊ സൈൻ്റെ ഫോർമുല ഉപയോഗിച്ച് എളുപ്പം കിട്ടാനായിട്ട് അപ്പൊ ഈ ആംഗിൾ ഞാൻ എന്ത് ചെയ്യുന്നു, 40 ഡിഗ്രി എടുക്കുന്നു. ഞാൻ എന്ത് ചെയ്തു, റൈറ്റ് ട്രയാങ്കിൾ വരച്ചു. ഓക്കെ, ഇതെന്താണ് 90 ഡിഗ്രി ആയിട്ട് എടുത്തത്, 40 ഡിഗ്രി. ഈ ഒരു ഹൈപ്പട്ടന്യൂസ് എന്ന് പറയുന്നത് 8 സെന്റിമീറ്റർ ആയിട്ട് എടുത്തു. ഈ ട്രയാങ്കിളിന് ഞാൻ പേരിടുന്നു ABC. ഓക്കെ, അപ്പോൾ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ മിനിമം ലെങ്ത് ഓഫ് ദ സൈഡ് ഓപ്പോസിറ്റ് ദിസ് ആംഗിൾ. ഈ ആംഗിളിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഈ ഒരു സൈഡിന്റെ മിനിമം ആംഗിൾ എത്ര, മിനിമം സൈഡ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്, മിനിമം ലെങ്ത്. അപ്പൊ അതെങ്ങനെ കണ്ടുപിടിക്കാം? സൈൻ്റെ ഫോർമുല എന്താണ്? സൈൻ 40 ആണ് ഞാൻ എടുക്കുന്നത് എങ്കിൽ 40യുടെ ഓപ്പോസിറ്റ് സൈഡ് എത്രയാണല്ലോ ചോദിച്ചത്. സൈൻ 40യുടെ എന്താണ് സൈൻ്റെ ഫോർമുല? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ്. ഓക്കെ, ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? CB ആണ് അല്ലേ? ഇനി ഹൈപ്പോട്ടന്യൂസ് എനിക്കറിയാലോ എത്രയാണെന്ന്, 8 ആണെന്നറിയാം. ഇനി CB എങ്ങനെ കിട്ടും? സൈൻ 40 into 8 അല്ലേ? സൈൻ 40 എത്രയാണെന്ന് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? സൈൻ 40 എത്രയാണ്? സൈൻ 40 0.6428 ആണ്. ഓക്കെ, 0.6428 into 8 എന്ന് വരും. അത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും നോക്കി നോക്കാം. 0.6428 into 8 എന്ന് പറയുന്നത് 5.1424 എന്ന് വരും. അല്ലെങ്കിൽ ഞാൻ അപ്രോക്സിമേറ്റ് ചെയ്ത് എഴുതുകയാണെങ്കിൽ 5.14 സെന്റിമീറ്റർ ആണ് വരിക. CB എന്ന് പറയുന്ന ലെങ്ത് വരാം. അടുത്ത ക്ലാസ്സിൽ കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് വരും. ഓക്കെ.